IMD ഡയറക്ടർ നീത കെ ഗോപാൽ ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം മാം. ഈ വലിയ രീതിയിലുള്ള ഒരു ചൂട് സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാറായിട്ടുണ്ടോ, അതോ ഇതിൽ കൂടുതൽ ചൂടാണോ നമ്മളിനി പ്രതീക്ഷിക്കേണ്ടത്? നമ്മുടെ സമ്മറിന്റെ പീക്ക് സീസൺ ഇതുവരെ ആയിട്ടില്ലല്ലോ. നമുക്ക് പൊതുവെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലല്ലേ നമ്മുടെ ഏറ്റവും ഇപ്പമേറിയ വേനൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ഇതിലേക്ക് പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചൂട് ഇനിയും കൂടാനുള്ള സാഹചര്യമാണ്. പക്ഷെ നമ്മൾ ഈ സമയത്ത് സാധാരണ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ശരാശരി താപനില എന്ന് പറയുന്ന ആ ഒരു താപനിലയേ ഉള്ളൂ. അല്ലാതെ അസാധാരണമായ വിധം ചൂട് കൂടിയിട്ടില്ല. നമ്മൾ വേനലിന്റെ കടുപ്പമേറിയ വേനലിലേക്ക് പോകുന്നത് കൊണ്ട് ആ സീസൺ പ്രോഗ്രസ് ചെയ്യുന്നതുകൊണ്ട് ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് KSDMA ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുൻകരുതൽ എന്നവണ്ണം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചു തുടങ്ങിയത്. നമ്മൾ വേനൽക്കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് തക്കതായ മുൻകരുതലുകളൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്നവരും പുറത്തിറങ്ങുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഈ പകൽ സമയം പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്കുള്ള വിശ്രമ സമയമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഉള്ള സർക്കാരിന്റെ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സാധാരണ വേനൽക്കാലത്ത് എടുക്കുന്ന ചില പ്രിക്കോഷണറി മെഷേഴ്സ് മാത്രമാണ്. അല്ലാതെ ഒരു സാധാരണയിൽ പതിവിലും കവിഞ്ഞ ഒരു ചൂട് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ വേനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ്. ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മഴയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ വേനൽക്കാലം എത്തുന്നതേ ഉള്ളൂ, വലിയ രീതിയിലുള്ള ചൂടിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു ആശ്വാസമായൊരു മഴ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഉണ്ട്. നമുക്കിപ്പോ ഈ വരും ദിവസങ്ങളിൽ, അതായത് ഇന്ന് നേരിയ മഴ ചില സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവാം. തെക്കൻ ജില്ലകളിലാണ് പ്രധാനമായിട്ടും മഴ. അപ്പോൾ നമ്മുടെ മഴ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 22, 23 തീയതിയും കുറച്ച് മഴയുണ്ട്. അതായത് വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ചയും കുറച്ച് മഴ പ്രതീക്ഷിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാവുക ഇതില് ഞായറാഴ്ചയായിരിക്കും, ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ ജില്ലാ തലത്തിലുള്ള അലേർട്ട് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 22 തീയതി നമുക്ക് കേരളം മുഴുവനും എല്ലാ ജില്ലകളിലും നമുക്ക് മഴ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം മഴ ഉണ്ടായില്ലെങ്കിൽ കൂടിയും കുറച്ച് കാർമേഘങ്ങളൊക്കെ വരുന്നതോടുകൂടി ഈ സൂര്യതാപം കുറച്ച് കുറയുന്നത് കൊണ്ട് നമുക്ക് പകൽ സമയത്ത് അനുഭവപ്പെടുന്ന ചൂടിനൊരു കുറവ് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആശ്വാസം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. ഈ ചൂടിനിടെ വരുന്നൊരു മഴയാകുമ്പോൾ അതിന് പ്രത്യേകം എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? കാരണം ഇത്രയും കഠിനമായുള്ള ഒരു ചൂടിനിടയിലാണല്ലോ. ഇല്ല, അതിന് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സാധാരണ ലഘുവായോ മിതമായതോ എന്നുള്ളത്, അതായത് നമ്മള് ഗ്രീൻ കളറിൽ തന്നെയാണ് മാപ്പ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിശക്തമായ മഴയൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്കിപ്പോ ഒരു ശ്രീലങ്കയുടെ കിഴക്ക് ഭാഗത്തായിട്ടൊരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് മഴയിൽ ഒരു ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഒരുപക്ഷെ വരാം. അപ്പൊ ഇതുവരെയും നമുക്ക് ഒരു ഹെവി റെയിൻ അല്ലെങ്കിൽ യെല്ലോ അലേർട്ടിലുള്ള ഒരു സാധ്യത ഇപ്പൊ തൽക്കാലം കാണുന്നില്ല. എന്നിരുന്നാലും ആ സിസ്റ്റം കുറച്ചുകൂടി കേരളത്തിനോട് അടുത്ത് വരുമ്പോഴൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ചില ജില്ലകളിൽ മഴയൊന്ന് കൂടാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് പൂർണ്ണമായും ആ ന്യൂനമർദ്ദത്തിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അത് ഏത് ദിക്കിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എന്നാലും കേരളത്തിൽ എന്തായാലും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് മഴ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 21, 22 തീയതികളിൽ നമുക്ക് 22, 23 ഈ 3 ദിവസങ്ങളിൽ, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ നമുക്ക് മഴ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ നമ്മൾ അലേർട്ട് കൊടുത്തതിൽ വെള്ളിയാഴ്ച നമ്മൾ കുറച്ച് വടക്കൻ ജില്ലകളിൽ അധികം മഴ പ്രതീക്ഷിക്കുന്നില്ല. 22 തീയതി എല്ലാ ജില്ലകളിലും മഴയുണ്ട്. 23 നമുക്ക് മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ മഴ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പോൾ തെക്കൻ ജില്ലകളിൽ ആകാശത്ത് കുറച്ച് മേഘങ്ങളൊക്കെ വരികയും ചില സ്ഥലങ്ങളിലെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ചെറിയ മഴയൊക്കെ പെയ്യാനുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തെക്കൻ ജില്ലകളിൽ താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കില്ല എന്ന് വേണം. പക്ഷെ വേറൊരു കാര്യം ഇതിന്റെ കൂടെ പറയേണ്ടത്, ഈ ചെറിയ മഴയാണെങ്കിലും പെയ്യുമ്പോൾ അത് നമുക്ക് ഈ
എന്താ പറയുക, ഒരു പുഴുക്കം അനുഭവപ്പെടുക പറയില്ല. അതായത് ആർദ്രത കൂടിയിട്ട്, ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ഒരു കുറച്ച് അസ്വസ്ഥജനകമായ ഒരു അവസ്ഥ ഒരു പക്ഷെ ഉണ്ടാവാം ഈ ചെറിയ മഴ ആയതുകൊണ്ട്. അങ്ങനെ മഴ പെയ്ത് ഭൂമിയോ അന്തരീക്ഷം തണുക്കാനുള്ള ഒരു മഴ ഉണ്ടാവണം നിർബന്ധമില്ല പല സ്ഥലങ്ങളിലും. അപ്പൊ അതുകൊണ്ട് ഈ മഴയോടുകൂടി കുറച്ച് ആർദ്രത കുറച്ച് കൂടുന്നതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയ്ക്കൊരു കാരണം ഉണ്ടാവാം. നമുക്ക് കുറച്ച് വിയർപ്പുകൊണ്ടുള്ള അസ്വസ്ഥതകളൊക്കെ കൂടുതൽ തോന്നാം. ശരി, വളരെ നന്ദി ശ്രീനിത കെ ഗോപാൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.